തീപിടുത്തമുണ്ടായാൽ അതിവേഗം രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള സംവിധാനങ്ങളുടെ കാര്യക്ഷമത വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ഇടുക്കി കളക്ടറേറ്റ് വളപ്പിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മോക്ക് ഡ്രിൽ നടത്തി. ജില്ലാ പ്ലാനിംഗ് ഓഫീസിന്റെ 2ാം നിലയിൽ തീപിടുത്തമുണ്ടാകുന്നതും അഗ്നിരക്ഷാ സേനയെത്തി മുകൾ നിലയിൽ കുടുങ്ങിക്കിടന്ന ജീവനക്കാരെ രക്ഷിക്കുന്നതും ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നതും വരെയുള്ള നടപടികളാണ് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. കളക്ടറേറ്റിലെ ദുരന്ത നിവാരണ കേന്ദ്രത്തിൽ നിന്ന് പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, റവന്യൂ വകുപ്പുകളിലേക്ക് അപകടമുണ്ടായ സമയം തന്നെ വിവരങ്ങൾ കൈമാറി. 15 മിനിറ്റിനുള്ളിൽ തന്നെ ഫയർ എഞ്ചിനുകളും ആംബുലൻസുകളും സംഭവ സ്ഥലത്തെത്തി. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ അലാറം മുഴക്കി ജീവനക്കാരെ ഓഫീസ് മുറികളിൽ നിന്ന് ഒഴിപ്പിച്ചു. അഗ്നിരക്ഷാസേന തീയണച്ചതിനു ശേഷം മുകളിൽ കുടുങ്ങിക്കിടന്നവരെ താഴെ എത്തിച്ചു. മെഡിക്കൽ ടീം പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം അപകടത്തിൽപ്പെട്ടവരെ ആംബുലൻസിൽ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അഗ്നിരക്ഷാസേന ഇടുക്കി സ്റ്റേഷൻ ഓഫീസർ അഗിൻ സി, കട്ടപ്പന സ്റ്റേഷൻ ഓഫീസർ ജ്യോതിഷ് കുമാർ സി എന്നിവരുടെ നേതൃത്വത്തിലുള്ള 2 യൂണിറ്റ് ഫയർ എഞ്ചിനുകളും ആംബുലൻസുകളും മോക്ക് ഡ്രില്ലിൽ അണിനിരന്നു. സിവിൽ ഡിഫൻസ് ഫോഴ്സ് അംഗങ്ങൾ വോളണ്ടിയർമാരായി പ്രവർത്തിച്ചു. പോലീസ് അധികൃതർ ഗതാഗതം നിയന്ത്രിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംഘത്തെയും നിയോഗിച്ചിരുന്നു. മോക്ക് ഡ്രില്ലിന് ശേഷം ചേർന്ന അവലോകന യോഗത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും നേരിട്ട ബുദ്ധിമുട്ടുകളും തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ്, ഡിവൈഎസ്പി രാജൻ കെ അരമന, ഹാൻഡ് അനലിസ്റ്റ് രാജീവ് ടി.ആർ, DMO ഡോക്ടർ സതീഷ് കെ എന്നിവർ നടപടികൾ ഏകോപിപ്പിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി.